ഞാൻ പറഞ്ഞുതരാം. സോ ഇത് ഒരു കോൺട്രവേഴ്സി ആക്കാനോ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച് ഇങ്ങനെ കുറേ നേരം ഇതാക്കി നിൽക്കാനോ അല്ലെങ്കിൽ DC നിന്ന് സംസാരിക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല. ഞാൻ ഓൾറെഡി മുന്നത്തെ ലൈവിലും കാര്യങ്ങളൊക്കെ ഓൾറെഡി പറഞ്ഞുള്ളതാണ്. എനിക്ക് ഇങ്ങനത്തെ ഒരു ഇഷ്യൂ അല്ലെങ്കിൽ കോൺട്രവേഴ്സിയോ അല്ലെങ്കിൽ ഇങ്ങനത്തെ സംഭവങ്ങളോ ഒന്നിലും ഇടപെടാനോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇതിലും താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ റീസെൻ്റ്ലി നിങ്ങൾക്ക് വരുന്ന ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഇന്ന് തന്നെ ഓൾറെഡി ഉള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നമ്മുടെ സൈഡിൽ നിന്ന് ഇപ്പോൾ KVയുടെ സൈഡിൽ നിന്നുള്ള ഒരു അഭിപ്രായം അതിലേക്ക് എന്താണ് നമ്മൾ എടുത്തിരിക്കുന്ന ഡിസിഷൻ, അല്ലെ എന്താണ് നമ്മുടെ ഒരു സ്റ്റാൻഡ് എന്നാണ് ഞാൻ പറയാൻ ഇതാക്കിയുള്ളത്. അല്ലാണ്ട് എനിക്ക് വേണ്ടി ഇപ്പോൾ DC എന്നിട്ട് എല്ലാവരും വിളിച്ചിട്ട് വേണമെങ്കിൽ സംസാരിക്കാം. ഞാൻ അതിലൊന്നും നിൽക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ കാര്യം പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഈ കോൺട്രവേഴ്സി ഇതാക്കിയിട്ട് അങ്ങനെ ലൈവ് ഇട്ട് കുറേ നേരം ഇതാക്കേണ്ട എനിക്ക് താല്പര്യം, എനിക്ക് ഇതില്ല. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് കാര്യം പറഞ്ഞ് ഞാൻ എൻ്റെ വഴിക്ക് ഞാൻ പൊക്കോളാം. ഇപ്പോൾ ഈ റീസെൻ്റ്ലി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ MRC ഇഷ്യൂ ഇപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ TVയും KVയും MRCയും തമ്മിലുള്ള ഇഷ്യൂ വന്ന സമയത്താണെങ്കിലും ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് ഇതിലൊന്നും വെക്കാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ MRC അത് അവരുടെ ഇഷ്യൂ അല്ലെങ്കിൽ അവരുടെ ഇതിൽ നിൽക്കുക എന്നുള്ളതിൽ പറഞ്ഞിരുന്നു. അപ്പോൾ സ്റ്റിൽ അതിനർത്ഥം നമ്മൾ ഒരിക്കലും വേറൊരു ടീമിനെ താഴ്ത്തി കെട്ടുന്നതില്ല. ഞാനത് എൻ്റെ സൈഡ് പറഞ്ഞാൽ അല്ലെങ്കിൽ KVയുടെ സൈഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഡൗൺ ടൈമിൽ നമ്മുടെ കൂടെ നിന്നിട്ടുള്ള ഒരു ഗ്യാങ്ങാണ് TV എന്ന് പറയുന്നത്. സോ ആ ഒരു റെസ്പെക്റ്റും അല്ലെങ്കിൽ ആ ഒരു കടപ്പാട് നമുക്ക് എന്തായാലും ഒബ്വിയസ്ലി KVയുടെ സൈഡിൽ നിന്ന് എന്തായാലും നമുക്ക് അത് TVൻ്റെ അടുത്തുണ്ട്. സോ ആ ഒരു റെസ്പെക്റ്റോട് കൂടി തന്നെ പറയുന്നത്, നമ്മൾ എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എന്തുണ്ടെങ്കിലും നമ്മളത് TVക്ക് ഒരു ഇഷ്യൂ എന്തെങ്കിലും വന്നു കഴിഞ്ഞാലും അല്ലെങ്കിൽ അത് സിറ്റിക്കകത്താണെങ്കിലും പുറത്താണെങ്കിലും നമുക്ക് എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാലും നമ്മളത് TVയുടെ കൂടെ തന്നെ ഉണ്ടാവും. സോ അതിനർത്ഥം നമ്മളിപ്പോൾ അത് MRCയോട് ഒരു ഇഷ്യൂ ഇല്ല അല്ലെങ്കിൽ അങ്ങനെ ഇഷ്യൂ ഇല്ല എന്നതിനർത്ഥം അത് അവരെ സപ്പോർട്ട് ചെയ്യുന്നു അങ്ങനത്തെ രീതിയിലല്ല. നിങ്ങൾക്ക് അറിയേണ്ട നമ്മളെ വ്യൂസ് ആണെങ്കിലും നമ്മുടെ ഒരു ഡൗൺ ടൈമിൽ നമ്മളെ ഒരു ഡിസ്മാൻഡിൽ അങ്ങനത്തെ ആക്കുന്ന ഇഷ്യൂ വന്നപ്പോഴും അല്ലെങ്കിൽ ഇപ്പോൾ റീസെൻ്റ്ലി ഉള്ള ഇഷ്യൂ വന്ന സമയത്താണെങ്കിൽ പോലും നമ്മുടെ കൂടെ ഒപ്പം നിന്നുള്ള ഗ്യാങ്ങാണ് TVയെ. ഈവൻ അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് TVയാണ്, KV മാത്രമേ ഉള്ളൂ TVക്ക് ബ്രദർഹുഡ് എന്ന രീതിയിൽ. സോ അതന്നെ എനിക്കും പറയാനുള്ളത്. നമുക്കും തിരിച്ച് TVയെ മാത്രമാണ് ആസ് ഓഫ് നൗ ഇപ്പോൾ ബ്രദർഹുഡായിട്ടും അല്ലെങ്കിൽ നമ്മളൊരു ഫ്രണ്ട്ലി ഗ്യാങ് എന്ന രീതിയിൽ വരുള്ളൂ. സോ അത് ഫ്യൂച്ചറിലാണ് എനിക്ക് അങ്ങനെ തന്നെ കൊണ്ടുപോകാനാണ് താല്പര്യമുള്ളത്. അപ്പോൾ അവർക്കൊരു ഇഷ്യൂ വന്നു കഴിഞ്ഞാലും അത് നമ്മൾ തന്നെയാണ് അതിന് സപ്പോർട്ട് ചെയ്യുന്നത്. ബട്ട് സ്റ്റിൽ എന്നിട്ട് പോലും ഞാനത് MRCയുടെ ഇഷ്യൂ വന്ന സമയത്ത് പോലും ഞാനൊന്ന് പറയാൻ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഷെയ്ഖിനെ വിളിച്ച് സംസാരിച്ചിരുന്നു. ഞാൻ ആദ്യം പറയുന്നത് ഇതൊന്നും ഒരു കുറ്റം പറയുന്ന സംഭവമല്ല, ലൈക്ക് MRCനെ കുറ്റം പറയുന്ന ഒരു സംഭവമല്ല. ഷെയ്ഖിനെ അന്ന് റീസെൻ്റ്ലി ഉള്ള ഈ വാറും കാര്യങ്ങളെല്ലാം TVയുടെ ഇഷ്യൂ വരുന്നതിന് മുന്നേ ഷെയ്ഖിനെ വിളിച്ച് സംസാരിച്ചതെന്നാണ്. സോ ഷെയ്ഖിനെ വിളിച്ച് സംസാരിച്ച സമയത്ത് ഷെയ്ഖും പറഞ്ഞതാണ്, അതേപോലെ ഇപ്പോൾ TV MRC ആയിട്ടുള്ള ഇഷ്യൂ അവർ ഡിസ്കോഡിൽ വിളിച്ച് സംസാരിച്ച് അത് സോൾവ് ആക്കിയ സംഭവമാണ്. ഇപ്പോൾ KVയുടെ സൈഡിൽ നിന്നാണ് ഇങ്ങനത്തെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ അപ്പോൾ ഓരോരുത്തർ ഒന്ന് സംസാരിക്കുന്നത്. അപ്പോൾ അതൊന്ന് കൺട്രോൾ ആക്കണം, അല്ലെങ്കിൽ നമ്മുടെ സൈഡിൽ നിന്ന് ഇതേപോലെ ഒന്നും സംസാരിക്കാൻ നിൽക്കരുത് ലൈവിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അതിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ MRCയുടെ വിഷയത്തിൽ ഒന്നിലും സംസാരിക്കാണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തുനിന്നൊന്നും ഇഷ്യൂ ഇല്ലാതെ അവരുടെ ഇഷ്യൂ എന്ന രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവരുടെ ഭാഗത്തുനിന്ന് ഒരു ഉറപ്പ് വന്നിട്ടുണ്ടായിരുന്നു, ലൈക്ക് അവരിനി ഇങ്ങനത്തെ കാര്യങ്ങളല്ലേ KVനെ ഡ്രാഗ് ആക്കിയിട്ടുള്ള സംഭവങ്ങളൊന്നും വരില്ല. ഈവൻ നമ്മൾക്ക് അറിയേണ്ട ഇപ്പോൾ റാംബോൻ്റെ ഇഷ്യൂലാണെങ്കിലും ഇതേപോലെ KVയുടെ അണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് പോലും ഞാനിവിടെ ലൈവിൽ വന്നിട്ട് അതിനെ അവരാധിക്കാനോ അല്ലെങ്കിൽ അത് ഇഷ്യൂ ആക്കിയിട്ട് കുത്തിപ്പൊക്കിയിട്ട് ഒന്നും വന്നിട്ടില്ല. അതൊക്കെ പുറത്ത് അത് ഇതാക്കിക്കൊള്ളാം അല്ലെങ്കിൽ സിറ്റിയിൽ സിറ്റുവേഷൻ വരുമ്പോൾ തീർത്തോളാം എന്ന രീതിയിൽ ഞാൻ പറഞ്ഞില്ല. ഞാൻ ഇതിനെക്കുറിച്ചിട്ട് ഒന്നും ലൈവിൽ അവരാധിക്കാനൊന്നും പറഞ്ഞില്ല. അപ്പോൾ ഞാൻ ഷെയ്ഖിനോടും പറഞ്ഞിരുന്നു ഇതേപോലെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോലും ഞാനൊന്നും റിയാക്ട് ആക്കിയിട്ടില്ല. അപ്പോൾ അവരത് പറഞ്ഞത് അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ലാത്തൊരു ഇഷ്യൂ വന്നുകൊണ്ടാണ്, ലൈക്ക് അവരെ കൺട്രോൾ ചെയ്യുന്ന ലിമിറ്റ് ഉണ്ട്, അവരാൾക്കാരെ കൺട്രോൾ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് അങ്ങനെ കൺട്രോൾ ചെയ്യാൻ വരുമ്പോൾ അത് നിങ്ങൾ തന്നെ ഒന്ന് ബാധിക്കുക എന്നുള്ള ഇതിൽ പറഞ്ഞിട്ട് അങ്ങനെ ലാസ്റ്റ് പറഞ്ഞതെന്ന് ഇതേപോലെ അവരത് നോക്കിക്കോളാം. അതായത് ഇനി അവരുടെ MRCയുടെ സൈഡിൽ നിന്ന് ഇതേപോലെ KVനെ ഡ്രാഗ് ആക്കുന്ന ഇഷ്യൂസ് ഇല്ലാണ്ട് അവർ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ലൈവിൽ വന്നിട്ട് നമ്മുടെ സൈഡിൽ നിന്ന് ഇനിയൊന്നും വേണ്ട, ഞാൻ ഗ്രൂപ്പിലും പറഞ്ഞത് നമ്മുടെ സൈഡിൽ നിന്നൊന്നും ഇനിയൊന്നും പറയാൻ നിൽക്കണ്ട, ലൈക്ക് ഇതിലാണെങ്കിലും എന്തെങ്കിലും ഇഷ്യൂസ് വരികയാണെങ്കിലും സിറ്റിയിൽ തീർക്കുക, അത്രേ ഉള്ളൂ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇന്നെന്തോ കുറിപ്പിടന്നെയോ ആരായിട്ട് ഇതേപോലെ നീ പച്ചവെള്ളം അടിക്കണ്ടേ പച്ചപ്പടം അടിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ അവരതൊക്കെ പറഞ്ഞതൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കണ്ടപ്പോൾ തന്നെ ഞാനത് ഷെയ്ഖിനിട്ട് അയച്ചു കൊടുത്തു. അപ്പോൾ ഇപ്പോൾ നിങ്ങളെ പറഞ്ഞുള്ള ഇതേപോലെ ഇതൊന്നും ആവില്ല എന്ന് പറഞ്ഞാൽ അവരുടെ ഗാങ്ങത്തെ ആൾ തന്നെയാണ് പിന്നെയും ഇതേപോലെ KVനെ ഡ്രാഗ് ആക്കുന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഇത് സംസാരിച്ചിട്ട് കാര്യമില്ല, നമുക്കിത് എന്തായാലും അത് സിറ്റിയിൽ അത് സംസാരിച്ച് തീർക്കാം, അല്ല സിറ്റിയിൽ അത് തീർത്തോളാം. ഞാനെന്തായാലും അത് പുറത്ത് അവരാധിക്കാൻ അല്ലെങ്കിൽ ഓസി ആക്കിയിട്ടൊന്നും കൊണ്ടുവന്ന് എനിക്കൊരു താല്പര്യമില്ല.
അത് സിറ്റിയിൽ അത് സിറ്റുവേഷൻ എന്തായാലും ആവണം. എന്തായാലും ഞാൻ പറയുന്നു, എന്തായാലും ഒബ്വിയസ്ലി ഇനി MRC ആയിട്ട് സിറ്റുവേഷൻ സിറ്റിയിൽ വരുന്നുണ്ടാവും. സോ അത് ഞാൻ ഇപ്പോഴേ പറയുന്നു. ഞാൻ പറഞ്ഞത് ഷെയ്ഖിനോട് പറഞ്ഞിട്ടുണ്ട്, നമുക്കത് ഇനി സംസാരിച്ച് സോൾവ് ആക്കേണ്ട ഒരു താല്പര്യമില്ല. അത് സിറ്റിയിൽ ഇനി സിറ്റുവേഷൻ വരുന്നതിൽ നമ്മളത് തീർത്തോളാം എന്ന് പറഞ്ഞായിരുന്നു. സോ അത് അതിന് തന്നെ പറയുന്നു. അപ്പോൾ ആ ഒരു കാര്യം നമ്മളത് പറയണം തോന്നി. അതുകൊണ്ടാണ് നമ്മൾ ഇന്നിപ്പോൾ ഇഷ്യൂ ഒന്ന് ഡ്രാഗ് ആക്കിയതാണെങ്കിലും അവരുടെ സൈഡിൽ നിന്ന് ഇതേപോലെ പച്ചപ്പട അങ്ങനെ അങ്ങനെ പറഞ്ഞപ്പോഴാണ് ബാക്കിയുള്ളവർ വന്നിട്ട് ഇപ്പോൾ DC വന്നിട്ടാണെങ്കിലും സംസാരിച്ച് ഇതാക്കിയുള്ളത്. അപ്പോൾ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇനി സിറ്റിയിൽ വേണമെങ്കിൽ സിറ്റുവേഷൻ എടുത്തോ, ഒന്നും നോക്കണ്ട, കാരണം ഇത് ഇനി സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്രേ ഉള്ളൂ ഗൈസ്, അത്രയാണ് പറയാനുള്ളത്. ഇനി ഒരുപാടൊന്നും ഞാനത് പറഞ്ഞിതാക്കുന്നില്ല ഗൈസ്. ഞാൻ വേറെ ഒരു കാര്യം പറയാം, വേറെ ആരും എനിക്ക് ഇഷ്യൂ ഒന്നും ഇല്ല. ലൈക്ക് ഷെമീറിനോടോ അല്ലെങ്കിൽ ഷെയ്ഖാണ്, വേറെ ആർക്കും ഒന്നും എനിക്ക് പേഴ്സണൽ ഇഷ്യൂസ് ഒന്നുമില്ല. നമുക്ക് സിറ്റി ഉള്ളത് സിറ്റിയിൽ തീർക്കാം. ബാക്കി നമ്മുടെ സിറ്റിക്ക് പുറത്താണെങ്കിൽ നമുക്ക് ബ്രദർഹുഡ് അല്ലെങ്കിൽ നമുക്ക് റെസ്പെക്റ്റ് ഉള്ളത് TVനോട് മാത്രമാണ്. TVX KV തന്നെ ആയിരിക്കും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. അത്രേ ഉള്ളൂ. എല്ലാത്തിലും അത്രേ ഉള്ളൂ. ഞാൻ ഇനി ഒരുപാട് നമ്മൾ ഇനി വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് അഗ്രേഡ് തേങ്ങാമെന്ന് പറയുന്നില്ല. നമുക്ക് ഞാൻ നേരെ സിറ്റി കയറാം, അത്രേ ഉള്ളൂ. ഇത്രയൊക്കെ പറയുള്ളൂ. ഞാനത് നിർത്തുന്നു, എൻ്റെ പരിപാടി വെക്കുന്നു. കാരണം ഒന്നാമത് KVക്ക് വ്യൂസ് ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അപ്പം പറയാവുന്നത് വ്യൂസ് കിട്ടാൻ വേണ്ടി ചെയ്യുന്നു. അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. ഞാൻ അതുകൊണ്ടാണ് ഒന്നും പറയാത്തത്. ഞാൻ ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തുന്നു. ബാക്കി ഇത്രേ ഉള്ളൂ. ഓക്കെ, നമുക്കപ്പോൾ സിറ്റി കയറാം. സിറ്റി മറ്റേ സേഫ് സോണാണ്.